2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ സഹായിച്ചെന്ന ബി.ജെ.പി സംസ്ഥാന നേതാവിന്റെ നിർണായക വെളിപ്പെടുത്തൽ. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെ സഹായിച്ചെന്ന ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമൾ പറയുന്ന ശബ്ദരേഖ റിപ്പോർട്ടറിന് ലഭിച്ചു. മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത് താനാണെന്നും ഒരു സംഘം അടൂർ പ്രകാശിനായി പ്രചാരണം നടത്തിയെന്നും ജയരാജ് കൈമൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോഴാണ് യു.ഡി.എഫിനെയും ബി.ജെ.പിയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കി ജയരാജ് കൈമളിന്റെ സംഭാഷണം റിപ്പോർട്ടർ പുറത്തുവിട്ടത്. 2019 വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനെ സഹായിച്ചെന്നാണ് ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമളിന്റെ വെളിപ്പെടുത്തൽ. മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകൾ കണ്ടെത്തി അടൂർ പ്രകാശിന് വിവരം കൈമാറിയെന്ന് ജയരാജ് കൈമൾ. യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച സമയത്ത് അടൂർ പ്രകാശ് he have identified something around 80 to 1 lakh proxy voters Attingal. So what they did, they directly went to the returning officer, also district collector ആയിരിക്കും returning officer, അവരോട് പറഞ്ഞു, and district collector immediately issued a warning. ഇടത് സ്വാധീനമുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചത് തന്റെ നിർണായക ഇടപെടൽ കാരണമെന്നാണ് ജയരാജ് കൈമളിന്റെ അവകാശവാദം. അടൂർ പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്റെ ഒരു സംഘം പ്രവർത്തിച്ചിരുന്നതായും ജയരാജ് കൈമൾ പറയുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ജയിച്ചു. സം ഓഫ് ദ മെമ്പേഴ്സ് ഇൻ അവർ ടീം, ഞങ്ങളുടെ കുറച്ച് മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിരുന്ന ആളുകൾ ഞങ്ങളുടെ ഒഫീഷ്യലി ചെയ്തു. അന്ന് ബി.ജെ.പി മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രനായിരുന്നു ആറ്റിങ്ങലിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി. ഇരു മുന്നണികളെയും ഒരുപോലെ വിറപ്പിച്ച് 2,48,000 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത്. പക്ഷേ പാർട്ടി വോട്ടുകൾ പൂർണ്ണമായി ലഭിച്ചില്ലെന്ന പരാതി ശോഭാ സുരേന്ദ്രനുണ്ട്. എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ബി.ജെ.പിയിൽ പ്രധാന ചുമതലയുള്ള ജയരാജ് കൈമൾ ശ്രമിച്ചെന്ന് തെളിയിക്കുന്നതാണ് ശബ്ദ സംഭാഷണം. ഇത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.